ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലോട്ടും ഇന്നത്തെ വീഡിയോയിലോട്ടും സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സിനിമാ നടി നവ്യ നായരുടെ അവരുടെ യൂട്യൂബ് ചാനൽ നല്ലൊരു ഹോം റെമഡി ചെയ്തിട്ടുണ്ട്. സ്കിന്നിൻ്റെ ഒരു സീക്രട്ട് ഹോം ഫേഷ്യൽ എന്ന് അവർ തമ്പനിയിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു വീഡിയോ നവ്യ ചേച്ചി ചെയ്തേക്കുന്നത് ഒരു അരമണിക്കൂർ ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മളത് ചെയ്താൽ എല്ലാവരും നമ്മളെ ഓടിച്ചിട്ടിടിക്കും. അപ്പോൾ അത് ഞാൻ ക്ഷമയോടുകൂടി അത്രേ ഇരുന്ന് കണ്ടപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സ്കിൻ കെയർ നല്ല 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 രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നവ്യ ചേച്ചി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് എനിക്കും ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നവ്യ ചേച്ചി പറഞ്ഞ ആ ഒരു റിസൾട്ട് ശരിയാണോ എന്ന് നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായോ. അപ്പം എൻ്റെ ഇപ്പോൾ ഒരു ഡാർക്ക് സ്കിൻ ടോണാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ട്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊരു വീഡിയോ ആക്കുവാണ്. അപ്പം നമുക്ക് എത്രത്തോളം നവ്യ ചേച്ചി പറഞ്ഞ ആ ഒരു ഹോം സീക്രട്ട് ആ ഒരു റെമഡി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാവേ. ഫസ്റ്റ് സ്ക്രബ്ബാണ് പറയുന്നത്. സ്ക്രബ്ബ്, മസാജ്, ഒരു പായ്ക്ക്, പിന്നെ ഒരു ഗ്ലോ മസാജിങ് ഉണ്ട് ലാസ്റ്റ് കേട്ടോ. ഒരു സീക്രട്ട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കേട്ടോ. നമുക്കപ്പോൾ ഈ പൊട്ടൊക്കെ ഒന്ന് മാറ്റട്ടെ. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രബാണ്. സ്ക്രബ് ചെയ്യാൻ പറയുന്നത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് കോഫി പൗഡർ വേണം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ കോഫി ആകാം കേട്ടോ. തരി ആവരുതെന്നേ ഉള്ളേ. തരി ആവണം കേട്ടോ. കുറച്ച് കോഫി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ശകലം കോഫി എടുത്തിട്ടുണ്ടേ. പിന്നെ നമുക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും വേണം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഞാൻ പറയാവേ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര കേട്ടോ. പഞ്ചസാര എടുത്തു. അപ്പോൾ കോഫി പൗഡർ എടുത്തു, പഞ്ചസാര എടുത്തു. പിന്നെ നമുക്ക് വേണ്ടുന്നത് ലെമണാണ്. നാരങ്ങ നമുക്കൊരു ഹാഫ് നാരങ്ങയുടെ നീര് വേണേ. ഞാൻ എല്ലാം ഇവിടെ തന്നെ എടുത്ത് വെച്ചേക്കും കേട്ടോ, ടേബിളിൽ. അപ്പോൾ അതേണ്ടേ ഒരു സ്വല്പം നാരങ്ങ നീര് ഇതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. നാരങ്ങയുടെ നീര് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യത്തില്ലേ. ഇതുപോലെ നമുക്ക് എന്തിനെങ്കിലും ആഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്യാവേ. ഒരു 5 മിനിറ്റ്. നമ്മൾ സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തിനാ, നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആവാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്കിന്നിലെ ഡർട്ട് കാര്യങ്ങളെല്ലാം പോകും. നമ്മൾ പിന്നെ ചെയ്യുന്ന പായ്ക്കും മസാജിങ്ങും ഒക്കെ നല്ലതുപോലെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകും കേട്ടോ. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒരുപാടിട്ട് ഉരയ്ക്കണ്ട. അറിയാമല്ലോ, നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ ഒരുപാടുള്ള ഏരിയകൾ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഈ ഒരു ഏരിയ ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെയാണ് നമുക്ക് ഡെഡ് സെൽസ് കൂടുതലുള്ളത് കേട്ടോ. നമുക്ക് ചുണ്ടിലും ചേക്കാം കേട്ടോ. ഒരുപാട് റബ്ബ് ചെയ്യണ്ട കേട്ടോ. അതായത് അമർത്തി റബ്ബ് ചെയ്യേണ്ട. ഒരു പരുവത്തിൽ നമ്മുടെ സ്കിന്നിന് നോവാത്ത രീതിയിൽ ഒരു സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു വീഡിയോ നവ്യ ചേച്ചിയുടെ ചാനലിൽ തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നവർക്ക് നോക്കാം. എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ലെങ്ത് കൂടുതലാണെന്നുള്ള വീഡിയോയ്ക്ക് കേട്ടോ. ഞാനിപ്പം അത്രയും ലെങ്ത് കൂട്ടാതെ ആ ഒരു റെമഡി നമുക്ക് സ്യൂട്ടാവുന്ന നോക്കാം. നമ്മളേതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടുമെന്നാണ് നവ്യ ചേച്ചി അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കാവേ.
അപ്പോൾ അതേണ്ടേ ഒരു 5 മിനിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് തുടച്ചെടുക്കാം. ഞാൻ വെള്ളത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് തന്നെ ഒന്ന് കഴുകട്ടെ. ഇപ്പം നമ്മുടെ ഒരു ചെറിയൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഫേസിനൊരു സുഖം കിട്ടുന്നുണ്ട്, നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ, സ്ക്രബ് കഴിഞ്ഞു. നെക്കിലോട്ട് ഇടുന്നവർക്ക് ചെയ്യാം കേട്ടോ, ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ തൽക്കാലം. അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. മസാജിങ്ങിന് പറയുന്നത് നമ്മുടെ അലോവേര ഇല്ലേ, നാച്ചുറലായിട്ട് നമ്മുടെ അലോവേര എടുത്തിട്ട് സൈഡ് രണ്ടും കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മഞ്ഞ ഒരു കറയുണ്ട്, അത് ഒരുപാട് പേർക്ക് സ്കിന്നിന് അലോവേര സ്യൂട്ടാവാത്തത്, ചൊറിച്ചിലുണ്ടാകും. അത് ഈ കറ ചെല്ലുന്നതുകൊണ്ടാണ് ചൊറിച്ചിൽ. അപ്പം ആ കറ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് ഫുള്ള് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നമ്മളിത് ഐസ് ട്രേയിൽ വെച്ചിട്ട് ക്യൂബാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു മെത്തേഡ് ആദ്യമേ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ക്യൂബ് റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഐസ് ട്രേയിൽ രണ്ട് ക്യൂബ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രഷ് അലോവേര മാത്രം, ഇതിനകത്ത് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അലോവേരയുടെ ജെല്ലാണ്, അലോവേരയുടെ ജെല്ല് നമ്മൾ ക്യൂബാക്കിയതാണ് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനൊന്ന് ഇളക്കി എടുത്തോട്ടെ, സ്വല്പം പാട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. വേണ്ടേ കണ്ടോ, അത് കട്ട് ചെയ്ത് അരച്ചപ്പോൾ അതിൻ്റെ ചെറിയൊരു പച്ച അതിൻ്റെ തോല് പോയിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമ്മുടെ ഈ ഈ അലോവേരയുടെ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം ഐസ് ക്യൂബ് ആക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കേട്ടോ, മസാജിങ്, അലോവേര മസാജിങ്. ആഹാ, എന്ത് സുഖമാണെന്നറിയാമോ ഇത്. നല്ലൊരു വഴുവഴുപ്പും ആ ഒരു തണുപ്പും നല്ല സുഖമുണ്ട് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എനിക്ക് തോന്നുന്നു നവ്യ ചേച്ചി പറഞ്ഞത് ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ. 2 ക്യൂബിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു ക്യൂബിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ നമ്മളിത് റെഡിയാക്കി വെക്കാമെങ്കിൽ ആ കറ്റാർവാഴയുടെ ജെല്ല് ഇതുപോലെ ക്യൂബാക്കി വെക്കാമെങ്കിൽ നമുക്ക് വല്ലപ്പോഴും എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരെണ്ണം അങ്ങ് വെക്കുക കേട്ടോ, അത് നാളെ എടുക്കാം. ഇത് മാത്രം മതി ഫേസിന്. കറ്റാർവാഴ അങ്ങനെ ഒരുപാട് ഇപ്പോൾ കിട്ടുന്നില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയെ കൊണ്ട് എടുപ്പിച്ചതാണ്. ചേച്ചി വന്നപ്പോൾ കൊണ്ട് തന്ന 2 കറ്റാർവാഴയുടെ ലീഫ്. അപ്പോൾ കറ്റാർവാഴ ഇതുപോലെ വെച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തെടുക്കാം. മസാജിങ് സ്റ്റെപ്പിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം, താഴോട്ട് ഇങ്ങനെ ആക്കരുതെന്ന് പറയും, സ്കിന്ന് വലിഞ്ഞു പോവും. അത് തന്നെ ഇങ്ങനെ ആക്കുമ്പോഴേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടത്തുള്ളൂ. അപ്പോൾ അതറിയാം. നല്ല പോലെ ഈ കറ്റാർവാഴ ഇട്ട് ഒന്ന് മസാജ് ചെയ്യുക. കുറേ ടൈം എടുക്കും കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്, കാരണം നല്ല വഴുവഴുപ്പാണ്. പിന്നെ നമ്മളിത് കഴുകണ്ട കേട്ടോ, ഇതിങ്ങനെ അങ്ങ് ഫേസിൽ അബ്സോർബ് ആകും കേട്ടോ. നമുക്ക്
നമുക്കിത് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നല്ല സുഖമായിട്ട് നമ്മുടെ ഫേസിലോട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളും. കഴുകി കളയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതങ്ങ് ഫേസിലോട്ട് അബ്സോർബ് ആകുന്ന ഒരു ടൈം കഴിയുമ്പം അടുത്ത 3ാമത്തെ സ്റ്റെപ്പായിട്ട് വരാം കേട്ടോ. ഇതേണ്ട ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പരുവം നമ്മുടെ സ്കിന്നിലോട്ട് ആ ഒരു കറ്റാർവാഴയുടെ ജെല്ല് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ഉണ്ട്. എങ്കിലും നമുക്ക് ചെറിയൊരു വഴുവഴുപ്പുണ്ട്. കഴുകി കളയേണ്ട ആവശ്യമില്ല. അതപ്പം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ക്രബും മസാജും കഴിഞ്ഞപ്പം 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പായ്ക്കാണ് കേട്ടോ. പായ്ക്ക് റെഡിയാക്കാൻ പോവാണ്. അപ്പം ഞാൻ വേറൊരു പാത്രം ഈ സമയം കൊണ്ട് എടുത്തിട്ടുണ്ട്. പായ്ക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് കടലമാവാണ് ആദ്യം എടുക്കുന്നത്. നമ്മുടെ ബേസൻ പൗഡറ് സ്കിന്നിന് സ്യൂട്ട് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് കടലമാവ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ കേട്ടോ, നമ്മുടെ അങ്ങാടിക്കടലൊക്കെ കിട്ടും. അതും കുറച്ച് ഒരു 1/2 സ്പൂണോളം, കുഞ്ഞ് സ്പൂണാണ് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് തൈരാണ്. നമുക്കിത് മിക്സിങ്ങിന് ആവശ്യമായിട്ടുള്ള തൈര് കുറച്ച് ഇട്ട് കൊടുക്കാം. കാരണം കടലമാവ് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് നമുക്ക് തൈര് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാതെ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു പരുവത്തിലെടുക്കാതെ ഞാൻ ഇതിനകത്ത് പിന്നെ ഒരു സ്പൂണോളം തേൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയി. ഞാൻ എടുത്തില്ല. ഞാൻ ക്യാമറ ഓണാണെന്ന് കരുതി, പക്ഷേ അല്ലായിരുന്നു. ഒരു സ്പൂണോളം നമുക്ക് തേനൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനെ നല്ലൊരു ഗ്ലോ കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ നമ്മുടെ പായ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഉണങ്ങുന്ന ടൈം ആകുമ്പം ഉണങ്ങുന്ന ടൈം ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉണങ്ങണ്ട, സ്കിന്നൊന്ന് ടൈറ്റ് ആവുന്നു നമുക്കറിയാൻ പറ്റുമല്ലോ. ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് കഴുകിക്കളയേ. എന്നിട്ട് ലാസ്റ്റ് ഒരു സീക്രട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഒരു നല്ലൊരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടുന്ന ഒരു സ്റ്റെപ്പ് നവ്യ ചേച്ചി കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് കാണുന്നത് കേട്ടോ. നവ്യ ചേച്ചി കാണിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് കാണുന്നത്. ഇത് വലിയ പരിപാടിയാണ് സ്പൂൺ വെച്ചിടുന്നത്. അതുകൊണ്ട് നമ്മുടെ കൈ തന്നെ എടുത്ത് ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് പായ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പായ്ക്കെന്നല്ല, ഈ ഒരു സ്റ്റെപ്പുകൾ രണ്ടും, പ്രത്യേകിച്ച് എനിക്ക് കറ്റാർവാഴ ജെൽ ക്യൂബ് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. ഫേസിന് നല്ലൊരു തിളക്കവും ഒരു സ്മൂത്തനിങ്ങും ഒക്കെ കിട്ടി എനിക്ക്. അപ്പോൾ എന്താണ് നമ്മുടെ പായ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സുഖം, നല്ല സുഖം. നമുക്ക് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീക്രട്ട് സ്റ്റെപ്പിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പായ്ക്ക് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പുറമേ അറിയില്ലെങ്കിൽ നമുക്ക് അകത്തറിയാം സ്കിന്നിന് ചെറിയൊരു വലിച്ചിൽ പോലും ഉണ്ട് കേട്ടോ. നമുക്ക് അത്രയും മതി. ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് സ്കിന്നങ്ങ് മുറുകരുത് കേട്ടോ. അപ്പോൾ നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു പരുവം ആകുമ്പം തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം നമ്മളൊന്ന് കൈ നനച്ച് ഫേസിലൊന്ന് തൊട്ട് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. എപ്പോൾ ഏത് പായ്ക്ക് ഇട്ടാലും നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളേ. അപ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് മസാജ് ചെയ്ത് നമുക്ക് കഴുകി കളയാവേ. നമ്മളെ റിസൾട്ട് നമ്മുടെ നവ്യ ചേച്ചി പറഞ്ഞ് ആ ഒരു
റിസൾട്ട് കറക്റ്റാണോ നോക്കാവേ. അപ്പോൾ ഇതങ്ങോട്ട് കഴുകി മാറ്റിയതിന് ശേഷം നമുക്കൊരു സീക്രട്ട് സ്റ്റെപ്പ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് കാണുക അങ്ങനെ ഒരു സ്റ്റെപ്പ്. പല രൂപത്തിൽ കാണുന്നുണ്ട്, പക്ഷേ ഈ രൂപത്തിൽ ആദ്യമായിട്ട് കാണുക കേട്ടോ. നിങ്ങളൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. നോക്കിക്കോ, കൊള്ളാം റിസൾട്ട്. ഫൈനൽ സ്റ്റെപ്പ് ആയില്ല, അപ്പോഴത്തേനും ഈ പാക്കിട്ട് മാറ്റിയപ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പം നല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു റെമഡിയാണ് നവ്യ ചേച്ചി ഷെയർ ചെയ്തിരിക്കുന്നത്. ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പറയാൻ മറന്നുപോയി, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ചേച്ചി അതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹോം ഫേഷ്യലാണ് ഇത്. വേണ്ട നിങ്ങൾ നോക്കിയേ, നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാതെ, അതൊരു 5 മിനിറ്റത്തെ പരിപാടിയുള്ളൊരു മസാജിങ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പം നമ്മുടെ ലാസ്റ്റ് നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് കയറാം. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാല് കേട്ടോ, നമ്മുടെ പാല്, പശുവിൻ പാലോ അത് കിട്ടുമെങ്കിൽ അതും ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന പാൽ. അപ്പം കുറച്ച് പാൽ ആദ്യം എടുക്കാം. കുറച്ച് പാലെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വേണ്ട ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഇതിൻ്റെ ഒരു കുറച്ച് കഷ്ണം മതി കേട്ടോ. അതൊന്ന് ഞാൻ ചെത്തിയിട്ട് അത് കാണിച്ചു തരാവേ. ഒരു 5 മിനിറ്റ് മസാജിങ് ഉണ്ട് കേട്ടോ ഇതിന്. വേണ്ട ഇത്രയും ഒരു പോർഷൻ ബീട്രൂട്ട് എടുക്കാം, പാലും എടുക്കാം കേട്ടോ. എന്നിട്ട് ബീട്രൂട്ടിനെ നമ്മൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പിച്ചാത്തിയുടെ തുമ്പ് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു ഹോള് പോലെ ഇങ്ങനെ ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എങ്ങനെ ആയാലും കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ നാക്കി കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ പറഞ്ഞ, ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ ഒരു സ്റ്റെപ്പ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആക്കി നമ്മളിങ്ങനെ ഫേസിൽ റബ്ബ് ചെയ്യും. ഇത് പറയുന്നത് ഇങ്ങനെ ആക്കിയിട്ട് ശേഷം നമ്മുടെ ഈ പാലിനകത്തോട്ട് ഈ ബീട്രൂട്ട് ഡിപ്പ് ചെയ്ത് മസാജ് ചെയ്യുക. കണ്ടോ, ഇതാണ് നവ്യ ചേച്ചിയുടെ സീക്രട്ട് സ്റ്റെപ്പ്. നല്ല പോലെ ഡിപ്പ് ചെയ്യുക, ബീട്രൂട്ട് വെച്ച് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഗ്ലോ കിട്ടും എന്നാണ് നവ്യ ചേച്ചി പറയുന്നത്. അപ്പം നമുക്കും ഇത്രയും ചെയ്തപ്പം എന്തായാലും കറക്റ്റ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ കൊത്തി കൊടുക്കാം കേട്ടോ. ഏത് സൈഡ്, 2 സൈഡ് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളെല്ലാം തോരന് കൊത്തുന്ന പോലെ ആക്കി കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ ജ്യൂസ് വെളിയിൽ വരും. എന്നിട്ട് നമ്മൾ നമ്മുടെ പാലിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് തേക്കുക. ഒരു 5 മിനിറ്റ് പറയുന്നുണ്ട് കേട്ടോ ഇത്, ഈ ഒരു മസാജിങ്. അരമണിക്കൂറാണ് നവ്യ ചേച്ചി ഈ ഒരു വീഡിയോ ചെയ്യാൻ എടുത്തത്. ഞാൻ എത്രയാണെന്ന് എനിക്കിനി അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയൂ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ്. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോ നിങ്ങളിലോട്ട് എത്തിച്ചത് എൻ്റെ ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ടാണ്. അപ്പം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നവ്യ ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതേണ്ടേ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നമ്മുടെ സാധാ പച്ചവെള്ളത്തിലാണ് കഴുകുന്നത് കേട്ടോ. ഞാനിതൊന്ന് കഴുകട്ടെ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന വെള്ളം അഴുക്കാണ്. അപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ വന്നിരുന്നപ്പോഴുള്ള ആ ഒരു ഇതെല്ലാം ഞാൻ ഇത്രയും ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല ഒരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സക്സസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.